ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് പച്ചക്കൊടി കാട്ടി ഹൈക്കോടതി. കർശന നിർദ്ദേശങ്ങളോടെയാണ് ഹൈക്കോടതി ഉത്തരവ്. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പ്രതികരിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി പമ്പയിൽ സ്ഥിരനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത്. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. 45 ദിവസത്തിനുള്ളിൽ ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറണം. സാധാരണക്കാരായ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത്. ഈ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകിയത്. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിലവിൽ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കും ഇത് സംഘടിപ്പിക്കുക എന്ന് നേരത്തെ തന്നെ ബോർഡ് തീരുമാനിച്ചിരുന്നു. കോടതിയുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി. വേണ്ടി വന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഇനിയും ക്ഷണിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം പേർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സെപ്റ്റംബർ 19, 20 തീയതികളിൽ വെർച്വൽ ക്യൂ സാധ്യമാകുന്നില്ലെന്ന ആരോപണവും PS പ്രശാന്ത് നൽകി. 19, 20 തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ലെന്നായിരുന്നു ഹിന്ദു സംഘടനകളുടെ ആക്ഷേപം. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.